ഹേ ഡാർലിങ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ വേഗം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഞാൻ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് പോകണം. അപ്പോൾ ഞാനാണ് ആദ്യം ചെന്നത്, വേറെ ആരും വന്നിട്ടുണ്ടായില്ല. അപ്പോൾ പോണ വഴിക്ക് നല്ലൊരു മഴക്കാരെടുക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ മഴ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ അവളുടെ വീട്ടിലെത്തി. അപ്പോൾ അവൾ നമുക്ക് വേണ്ടി ബോണ്ട ഉണ്ടാക്കണമായിരുന്നു. ഇവൾക്കിങ്ങനെ ഭയങ്കര നാളൊക്കെയായിരുന്നു. ഇതാണ് അദീന, ഇവളുടെ കല്യാണമാണ്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി വന്നത് ഇവളുടെ വീട്ടിലാണ്. ഇങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടാക്കി തരും നമുക്ക്. അത് കഴിഞ്ഞിട്ട് അടുത്ത ആൾ വന്നു. അപ്പോൾ ഇവളുടെ പേര് ഹനീഷ. ഇവളുടെ കല്യാണമൊക്കെ കഴിഞ്ഞാണ്. അപ്പോൾ അത് കഴിഞ്ഞ് അടുത്ത ആൾ വന്നു. അങ്ങനെ ഓരോരുത്തരെ വന്നുകൊണ്ടിരിക്കണം. ഇത് അദിയ, എൻ്റെ കൂട്ടുകാരത്തിൻ്റെ അനിയത്തിയാണ്. അങ്ങനെ പിന്നെ എല്ലാവരും വന്ന്. പിന്നെ ഞങ്ങളവിടെ ജാമ്പക്കമരമുണ്ട്. ഈ ജാമ്പക്കമരത്തിൽ എപ്പോഴും കുറേ ജാമ്പക്കളുണ്ടാവും. അത് ഞങ്ങൾ പറിച്ച് ഇപ്പോൾ ഇത്രയായി. ഞങ്ങൾ മെയിൻ പരിപാടി ഇവിടെ വരിക, ജാമ്പക്ക കഴിക്കുക, ചായ കുടിക്കുക, നുണ പറയുക, അങ്ങനത്തെ കുറേ നല്ല കാര്യങ്ങളാണ് ഞങ്ങൾ ഇവിടെ വരുമ്പോൾ ചെയ്യണത്. അല്ലാണ്ട് ഡാൻസ് പ്രാക്ടീസ് എന്ന് പറഞ്ഞ് വരും. ഡാൻസ് പ്രാക്ടീസ് നമ്മൾ 2 മണിക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരു 4 മണി വരെ ഞങ്ങൾ വർത്തമാനം പറയും. അത് കഴിഞ്ഞ് ഒരു 5 മണിയൊക്കെ വരെ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യും. അത്രയുള്ളൂ നമ്മൾ ചെയ്യണത്. പിന്നെ ഇവിടെ നമുക്ക് ചൂട് ബോണ്ട് ഉണ്ടാക്കി തന്ന്. അപ്പോൾ നമ്മൾ അതൊക്കെ ഇങ്ങനെ ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കി. ടേസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ 2 എണ്ണമൊക്കെ നമ്മളകത്താക്കി ആദ്യമേ. പിന്നെ കഴിഞ്ഞ് ഓരോരുത്തർ വരാൻ വേണ്ടി ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് പിന്നെ ഇരുന്ന്. അപ്പോൾ അടുത്ത ആൾ വന്ന്. അപ്പോൾ പിന്നെ അയാളെ കാത്തിരുന്ന്. പിന്നെ ഇനി എല്ലാവരും ആയിക്കഴിഞ്ഞാൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാനൊരു സുഖമുണ്ടാകുള്ളൂ. പിന്നെ അടുത്ത ആൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞെടുപ്പിച്ചൊരു വീഡിയോ ആണ്. അവൾ ആദ്യം വന്നപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ മറന്നു. പിന്നെ രണ്ടാമത് വന്നത് ഇത് ഐശ്വര്യ ശുപ്പൻ എന്നറിയപ്പെടുന്നു. പിന്നെ ഞങ്ങൾ എല്ലാവരും ഒരേ ഫ്യൂച്ചർ കാര്യങ്ങളും ഭാവി കാര്യങ്ങളും വർത്താനം ചർച്ച ചെയ്ത് ഞങ്ങൾ എന്തൊക്കെയോ എത്തി. പിന്നെ ചായ കുടിക്കാൻ ടൈമായി. എന്നിട്ട് പിന്നെ ചായ കുടിച്ചു. അപ്പോൾ ഇപ്പോഴും നമ്മൾ ഡാൻസ് പ്രാക്ടീസ് നടന്നിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് പിന്നെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞാൽ നമ്മൾ ടെറസിൻ്റെ മുകളിലാണ് പ്രാക്ടീസ് ചെയ്യണത്. അപ്പോൾ അവിടെ പോയപ്പോൾ നമ്മുടെ അടുത്ത കുട്ടി വന്ന്. അപ്പോൾ ഇതാണ് അദീന, ഇവളുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഇവളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് എന്തോ അടിച്ചു പൊളിക്കാൻ പോയിട്ട് തിരിച്ച് വന്ന വഴിയായിരുന്നു. വന്ന വഴിക്കുള്ള നമുക്ക് വേണ്ടി കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് നേരം പ്രാക്ടീസ് ചെയ്ത് പിന്നെ നമ്മൾ കേക്ക് കഴിക്കേണ്ടി വരും. ആകെ ഒരു ചെറിയൊരു ബേസായിരുന്നു അത്. അദീനൻ്റെ അനിയത്തായിരുന്നു, കുഞ്ഞിപ്പെണ്ണെന്നാണ് ഞങ്ങൾ വിളിക്കാനുള്ള. അവൾ നമുക്ക് ഈക്വലായിട്ട് മുറിച്ച് എല്ലാവരുടെയും വയറ് നിറച്ച് തന്നു. ഞാൻ ആദ്യം തന്നെ അതിൽ നിന്ന് ഒരു കഷ്ണം എടുത്തുകൊണ്ട് പോയി കുറച്ച് മാറിയിരുന്നു അങ്ങോട്ട് കഴിച്ച്. കാരണം കിട്ടൂല. എന്നിട്ട് പിന്നെ ഞങ്ങൾ വർത്താനമൊക്കെ പറയുന്നത് ഇവിടെ ഉണ്ടായും മറ്റേ ബിസിനസ് കാര്യങ്ങൾ എന്തോ സംസാരിച്ച് വന്നപ്പം മുതലുള്ള സംസാരമാണ്. അത് തീർന്നിട്ടേ ഇല്ല. പിന്നെ അത് ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് പ്രാക്ടീസ് ചെയ്യാമെന്നൊക്കെ ഓർത്ത് എല്ലാവരും ഒച്ച ഉണ്ടാക്കി വന്ന്. പിന്നെ ഇവള് മറ്റേ അദീന, 2 അദീനമാരാണ്. ഇവളും അദീനയാണ്. അപ്പം മറ്റേ അദീന, അതായത് മാരേജ് നടക്കാൻ അദീനേൻ്റെ ഡ്രസ്സ് ഇട്ടിട്ടാണ് ഇവൾ വന്നേക്കണം. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഡാൻസ് സ്റ്റെപ്പൊക്കെ നോക്കി. കോമഡി ആയിരുന്നു. എന്താ ശരിക്കും കാണിക്കുന്നത് ഞങ്ങൾക്ക് പോലും അറിഞ്ഞൂടെ. ഞങ്ങൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരുന്നത് കാണിച്ച് ആകെ ഒരു ഡാൻസ് മാത്രം നമ്മൾ കറക്റ്റായിട്ട് പഠിച്ചിട്ടുണ്ട്. അത് മാത്രം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിനിടക്കാണ് നമുക്ക് മഴ വന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞത് നേരത്തെ മഴക്കാട് കിടന്ന്. ആ മഴക്കാർ ഇപ്പോഴാണ് വന്നത്. നല്ല ആദ്യം കടലിൽ നിന്ന് ഇങ്ങനെ പഴുതിക്കെ മഴ വന്ന് നമ്മുടെ വീട്ടിലോട്ട് കയറി. പിന്നെ ഞങ്ങൾ മഴയത്ത് ഭയങ്കര ബഹളമൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും പോകാൻ പോയി. അങ്ങനെ പരിപാടി കഴിഞ്ഞ് ഒരു 5-6 മണിയൊക്കെ ആയി. 6 മണി ആവുന്ന ടൈമായപ്പോൾ ഞങ്ങളെല്ലാവരും ബൈ പറഞ്ഞു പോയി. ആ ടൈമിലാണ് ജാമ്പക്ക, നല്ല ചുമന്ന ജാമ്പക്ക കണ്ട്. പിന്നെ ഇവളെടുക്കുന്ന ആൾക്കാർക്ക് ജാമ്പക്ക പറിച്ചിരുന്നു. അങ്ങനെ ഓരോരുത്തരായി മാറി ഇവളെടുത്ത് ഇങ്ങനെ ജാമ്പക്ക പറിക്കാൻ നോക്കണമായിരുന്നു. കോമഡി ആയിരുന്നു ശരിക്കും. ഈ ഒരു സമയം നമുക്ക് ഈ ഫ്രണ്ട്സിൻ്റെ കൂടെ നിൽക്കണത് ഭയങ്കര ഒരു അടിപൊളിയാണ്. കാരണം എല്ലാവരും കൂടി കൂടുമ്പോഴാണ് നമുക്ക് എല്ലാവർക്കും വരാൻ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും കറക്റ്റായിട്ട് വരണമുണ്ട്. ഒരു സ്പെഷ്യൽ ഹാപ്പിനെസ്സാണ് എല്ലാവരും കൂടെയൊക്കെ നിൽക്കുമ്പോൾ. നിങ്ങൾക്കും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടണേ. പിന്നെ ഞങ്ങൾ ജാമ്പക്കയൊക്കെ പറിച്ച് നേരെ നടന്ന് പിന്നെ നടക്കണ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് എല്ലാവരും പിന്നെ അഭിനയ സിംഹങ്ങളായി മാറി. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോയി. അപ്പോൾ അച്ഛൻ വന്നിട്ട് എന്നെ വീട്ടിൽ കൊണ്ടുപോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനിയും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വ്ളോഗൊക്കെ ഞാൻ ഇടാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ടാറ്റാ, ബൈ, ലവ് യു, ബൈ.